ഹായ്, ഞാൻ ജീവൻ അരുണിമ. ഞാനൊരു പുതിയ പ്രോഡക്റ്റാണ്. പുതിയ പ്രോഡക്റ്റ് അല്ല, ഇത് ഏതാണ്ട് ഒരു 10-12 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇതിലേക്ക് നമ്മളൊരു പുതിയ ഐറ്റം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോളാർ പവർ പ്ലാന്റിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഈ യൂണിറ്റിനകത്തുണ്ട്. അതായത് നമ്മളൊക്കെ വളരെ ആഗ്രഹിച്ചാണ് ഒരു വലിയ വീട് വെക്കുന്നതും അതുപോലെ തന്നെ അവിടെ വിലപിടിപ്പുള്ള ഹോം ലൈൻസ് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതും ഒക്കെ. പക്ഷേ അതിൻ്റെയൊക്കെ സംരക്ഷണം നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരളം ഫുള്ളായിട്ട് തന്നെ ഏകദേശം എല്ലാവരും സോളാർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ എല്ലാം വീടിൻ്റെ അടുത്തുള്ള ട്രാൻസ്ഫോമറുകളിൽ വോൾട്ടേജ് കൂടുതലാണ്. അതായത് 230 വോൾട്ടേജ് വരേണ്ട സ്ഥലങ്ങളിൽ ചിലപ്പോൾ 275, 280 ആ റേഞ്ചൊക്കെ ഇപ്പോൾ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടുകളിലിരിക്കുന്ന നമ്മുടെ വിലപ്പെട്ട പല ഹോം അപ്ലയൻസ് ഐറ്റംസും കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു നല്ല പ്രൊട്ടക്ഷനാണ് ഇപ്പം ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ നേരത്തെ ഒരു 10-14 കൊല്ലം മുമ്പേ ഞങ്ങൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇപ്പം ഞങ്ങളൊരു പുതിയ ഒരു ഫീച്ചർ കൂടെ ഇതിലൂടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ സോളാർ പ്ലാന്റിനെ സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റം. ഇൻ കേസ് സോളാറിൽ വോൾട്ടേജ് കൂടി വന്നാൽ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോളാർ പ്ലാന്റ് വർക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഈ ഒരു ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ വെച്ചിട്ടുള്ള സോളാർ പ്ലാന്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു 264 വോൾട്ടാണ് KCB നിഷ്കർഷിച്ചിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ സോളാർ ഇൻവെർട്ടർ കട്ടായി പോകും. അതായത് ഇത് കൂടുതലും നല്ല ജനറേഷൻ കിട്ടുന്ന സമയത്താണ് ഈ സോളാർ പ്ലാന്റ് ഓഫായി പോകുന്നത്. അതായത് ഒരു ഉച്ച സമയം, ആ സമയത്ത് നല്ല വെയിൽ വരുന്ന സമയത്ത് വോൾട്ടേജ് കൂടി വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് കട്ടാവും. അത് മാത്രമല്ല, 3 ഫേസ് കണക്ടിവിറ്റി ഉള്ള വീടുകളിൽ ടോട്ടലായിട്ട് ഈ ഡിവൈസ് പ്രൊട്ടക്ഷൻ നൽകും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. 3 ഫേസിൽ ന്യൂട്രൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഡബിൾ ഫേസ് കയറി, അതായത് 230 വോൾട്ടിന് പകരം 460 വോൾട്ട് കയറി നമ്മുടെ സോളാർ പവർ പ്ലാന്റും നമ്മുടെ വീട്ടിലുള്ള ഹോം ലൈൻസ് ഐറ്റംസും ഇപ്പോഴത്തെ BLDC ഫാൻ, ഇപ്പം HSS ഫാൻ ഒക്കെ വരുന്ന BLDC ഫാനാണ് വരുന്നത്. ഇതെല്ലാം കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങി വെക്കണം. അപ്പം ഞങ്ങളൊരു സോളാർ ഇൻസ്റ്റാളറാണ്. ഞങ്ങൾ എവിടെ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഞങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് കൂടെ ആഡ് ചെയ്താണ് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത്. പിന്നെ ഈ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീട്ടിലേക്ക് ഒരൊറ്റ സ്റ്റെബിലൈസർ വയ്ക്കേണ്ട കാര്യമില്ല. എൻ്റെ വീട് ഇതിൻ്റെ ഔട്ടിലായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഫേസിൽ ന്യൂട്രൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ഫുൾ സംരക്ഷണം ഹൈ വോൾട്ടേജിൽ നിന്നും ഈ പ്രോഡക്റ്റ് നൽകുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ സോളാർ ഹൈ വോൾട്ടേജ് പ്രിവെൻഷൻ. സോളാറിലേക്ക് ഹൈ വോൾട്ടേജ് വന്നാൽ പ്രിവെന്റ് ചെയ്ത് ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ സോളാറിന്റെ പ്ലാന്റ് കറക്റ്റ് വർക്ക് ചെയ്യത്തക്ക രീതിയിൽ ഇതിൽ നിന്ന് വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടെ ഇതിലുണ്ട്. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള 3 ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പം മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയാലും നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി അവർക്ക് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ റേറ്റിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ പറ്റി ചിലപ്പോൾ ആരും സംസാരിച്ചെന്ന് വരില്ല. പക്ഷേ ഇനി വരുന്ന ഫ്യൂച്ചറിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റാണത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഹോം അപ്ലയൻസ് ഐറ്റംസും നമ്മുടെ പ്ലാന്റും ഒക്കെ കംപ്ലൈൻറ്റ് വരാൻ 90% ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ കണക്റ്റിലോട് അനുസരിച്ച്, ഇപ്പം ചിലപ്പോൾ 5000 സ്ക്വയർ ഫീറ്റ് വീട്, 6000 സ്ക്വയർ ഫീറ്റ് വീട്, അങ്ങനെയൊക്കെ വീടിന് അനുസരിച്ച് നമ്മൾ 3 ടൈപ്പിൽ ഇത് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മോഡൽ എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഇതിലേക്കൊരു 10 AC ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. 10 AC കണക്ട് ചെയ്യാം, ഒരു 10 കിലോവാട്ടിൻ്റെ സോളാർ പ്ലാന്റ് കണക്ട് ചെയ്യാം. അതുപോലെ വീട്ടിലെ ബാക്കി ലൈറ്റും ഫാനും ബാക്കി ഡിഷ് വാഷർ എന്ന് വേണ്ട എല്ലാ ഹോം ലൈൻസ് ഐറ്റവും ഈ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് 3 ഫേസ് ആണ് വരുന്നത്. ഇതും 3 ഫേസിൻ്റെ തന്നെ ഇതൊരു ചെറിയ ടൈപ്പാണ്. ഇതൊരു 3500 സ്ക്വയർ ഫീറ്റുള്ള 4000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ ഉപയോഗിക്കാം. ഇത് 3 ഫേസ് തന്നെയാണ്. ഇതിലും ഏകദേശം നമുക്കൊരു 5 AC, പിന്നെ ഒരു 5 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ്, 5 മുതൽ 8 വരെ സോളാർ പവർ പ്ലാന്റ് കൊടുക്കാം. അപ്പം 8 അല്ല 10 വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പം ഇത് ഇങ്ങനെ ഒരു 3 ടൈപ്പിലാണ്. പിന്നെ ഇത് രണ്ടും 3 ഫേസ് ആണ് വരുന്നത്. ഇതിന്റെ സിംഗിൾ ഫേസും വരുന്നുണ്ട്. സിംഗിൾ ഫേസിലേക്കും ഇത് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്. ഇപ്പം 2 വീലർ ആയാലും 4 വീലർ ആയാലും. ഇപ്പം BMW പോലുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ മുന്തിയ ഇനം ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആ ഒരു EV ചാർജിങ് സ്റ്റേഷന് വലിയ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ഡിവൈസും കൂടെയാണിത്. അപ്പം ഇതിൻ്റെ ഔട്ടിൽ EV ചാർജിങ് സ്റ്റേഷനും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കേരളത്തിലെ 14 ജില്ലകളിൽ നമ്മളെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആഫ്റ്റർ സർവീസ് അവൈലബിൾ ആണ്. ഇതിന് 5 വർഷം വാറണ്ടിയാണ് വരുന്നത്, സർവീസ് വാറണ്ടിയാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. അത് മാത്രമല്ല
താഴെ ഞങ്ങളുടെ മൊബൈൽ നമ്പറും ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഞങ്ങൾ ലഭ്യമാക്കുന്നതാണ്.